ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചുമ്മാ പേടിപ്പിക്കാതെ പോവാൻ നോക്ക് സാറേ, വെറുതെ മനുഷ്യന്റെ സമയങ്ങളെ. പോലീസുകാർ നീ ആട്ടിപ്പായിക്കുന്നതാ. എന്നാ പിന്നെ നിന്നെ കൊണ്ട് പോയിട്ട് തന്നെ കാര്യം. ഒന്ന് കയറാ ജീപ്പിലോട്ട്. ചന്ദ്രബോസ്, നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നത്? തീ വിഴുങ്ങുന്നവന്റെ മുന്നിലാണോടാ തീപ്പെട്ടി ഉറച്ച് പേടിപ്പിക്കുന്നത്? ഓടിക്കളയില്ലാതിരെ ഞാൻ മാറിക്കളാ മാറിക്കാൻ. എന്റെ അച്ഛനും അമ്മയും ഉപദ്രവിച്ചിട്ട് നീ കൊണ്ടുപോയ പണം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ വായിക്കകത്ത് വെച്ച് തോട്ട പൊട്ടിക്കണം പന്നി. എടാ, അവനെ കിട്ടിയോ? ഇല്ല, അത് ഞങ്ങള് കൊറേ ശ്രമിച്ചതാ, പക്ഷെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തിനാടാ എഴുതി പോക്കറ്റിലിട്ടോണ്ട് നടക്കാനാണോ? അല്ല സത്യമേ, അത് പിന്നെ ആശാൻ. എടാ, നീ മിണ്ടരുത്. അല്ലെങ്കിൽ തന്നെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാവടാ? ഒരു ഗുണമില്ലാത്തവന്മാര്. എടാ, അവനെ കൺമുമ്പിൽ കിട്ടിയതല്ലേ. നമ്മൾ അവനെ കണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ജന്മത്ത് അവനെ ഈ വഴിക്ക് വരുമോ? അതൊക്കെ വരും അമ്മേ. അവനെ ഞാൻ പൊക്കിയിരിക്കും. അക്കാര്യം ആലോചിച്ചിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടാ. ഞങ്ങളിപ്പോ ഒന്ന് വേറൊരു കാര്യത്തിനാ. അമ്മ ഒന്ന് കണ്ണടച്ചേ. എന്തിന്? ഒന്ന് കണ്ണടക്കമ്മേ. ഒന്ന് പോടാം. ചേടാ, ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒന്ന് കണ്ണടക്കാൻ പറഞ്ഞ കണ്ണടച്ചൂടെ? എന്റെ അമ്മ വേറെ ഒന്നുമല്ല, അമ്മയ്ക്ക് വേണ്ടിട്ട് വന്ന ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് അപ്പൊ അത് തരാൻ വേണ്ടിട്ടാ. നിനക്കൊക്കെ എന്താടാ? ആ പൈസ കൊണ്ടുപോയതിനെ കണ്ടിട്ടും കാശ് തിരിച്ചു കിട്ടാത്തതിന്റെ സങ്കടത്തിലിരിക്കാ ഞാൻ. അപ്പോഴാ അവന്റെയൊക്കെ ഒരു ഗിഫ്റ്റ്. എവിടെ പോണ്? അവിടെ നിക്കവിടെ. എന്തുവാടാ? കണ്ണടക്കമ്മേ. ഓ, എന്തിനാ കണ്ണടക്കുന്നേ? ഒന്ന് കണ്ണടക്കേണ്ട സത്യമേ. ഓ ശരി, ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. കണ്ണടച്ചു. അതെ, കണ്ണൂർക്കല്ലേ സാധനം എടുത്തിട്ട് കണ്ണൂർക്കാവൂ. ശരി. ഇനി ആ കണ്ണു നോക്കാതെ കഴിയുന്ന ഇടിക്കേ. എന്തുവാടാ? ഇന്നോ ഇങ്ങനല്ല, മറിച്ച്. എന്തുവാടാ ഇത്? ഇനി എന്റെ അമ്മയൊന്ന് കണ്ണു പറഞ്ഞേ. എന്താണ് ഇത്? അത് തുറന്നു നോക്കിയല്ലേ അറിയുള്ളൂ. തുറന്നു നോക്ക്. എടേ, എന്താന്ന് ഇതില്? എന്റെ അമ്മ ഒന്ന് തുറന്നു നോക്കുവോ? ഈ പണം? ഈശ്വരാ, എടാ, ഈ പണം എവിടുന്നാ? അമ്മയുടെ പണം തന്നെയാ. അമ്മയ്ക്ക് അവകാശപ്പെട്ട അമ്മയുടെ സ്വന്തം പണം തന്നെ. എന്റെ അമ്മ പാചക മത്സരത്തിൽ ജയിച്ചപ്പോ കിട്ടിയ കാശായത്. അപ്പൊ നീ അവരെ കണ്ടല്ലേ? കാണുക മാത്രല്ല, നന്നായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 1-2 ദിവസത്തേക്ക് അവന് പുറത്തിറങ്ങാൻ പറ്റില്ല. അമ്മാതിരി ഇടിയാ എന്റെ ആശം കൊടുത്തിരിക്കുന്നത്. ഈശ്വര, ഇപ്പോഴെനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. എത്ര വിഷമിച്ചു ഇതെന്റെ കയ്യിൽ നിന്ന് പോയപ്പോ. എടാ, രണ്ടുപേരും ഇരിക്കട്ടാ, ഞാൻ ചായ ഇട്ടോണ്ട് വരാം. എന്റെ പണം തിരിച്ചു കിട്ടിയല്ലോ.
രണ്ടുപേരും ഇരിക്കേട്ടാ. ഓ ശരി, ഞാൻ പെട്ടെന്ന് എടുക്കാം. രാഘവേട്ടാ, നമ്മുടെ പൈസ കിട്ടി. വിഷ്ണു ഇത് കൊണ്ടുവന്ന് തന്നു. ഇതൊന്ന് നോക്കിയേ. ആ, ചായ മാത്രം പോരാ, എന്തെങ്കിലും നന്നായിട്ട് പൊടിക്കാനും കൂടെ എടുത്തോ. വലിയൊരു അടി കഴിഞ്ഞിട്ടുള്ള വരവാണേ. എന്താ സ്നേഹം നോക്ക്. ആ നഷ്ടപ്പെട്ട കാശ് കിട്ടിയതിന്റെ സന്തോഷം ഇത്. ഹ, ആ സന്തോഷം കണ്ടപ്പോഴാ ആ അടി കൊടുത്തതിന്റെ ക്ഷീണം കൊണ്ട് മാറിയത് ആശാനെ. എടാ, ഏകദേശം തരക്കേടിൽ എത്ര അടിയല്ലേ നമ്മൾ ഉണ്ടാക്കിയേ? എന്നാൽ ആ പഴയ പഞ്ചങ്ങട് കിട്ടിയില്ല ആശാനെ. കുഴപ്പമില്ല, അടുത്തേ ശ്രദ്ധിച്ചാ മതി. ഡാ, നീ എന്നെ ഇപ്പൊ പഴയ പുണ്ടയാക്കി മാറ്റാനുള്ള പരിപാടിയല്ലേ? ചുമ്മയല്ല ഈ പ്രോത്സാഹനം. വേണ്ട മോനെ. അതേ, എനിക്കിപ്പോ നല്ല കുടുംബവും പ്രാരാബ്ദമൊക്കെ ഉള്ളതാ. പഴയ പോലെ നമുക്കിപ്പോ കാള കളിച്ചെടുക്കാൻ പറ്റില്ല. ആ വഴിയെ നിനക്ക് മനസ്സിലാവും. കമല, കോളനിയിലടി കുഴപ്പമായെന്നാ തോന്നുന്ന. നീ ഇപ്പൊ ഗുണ്ടായുസത്തോടൊപ്പം പിടിച്ചു പറയും തുടങ്ങിയോടാ. എന്താ സാറേ, എന്താ ഉണ്ടായത്? മോനിപ്പോ കിട്ടുന്നതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. അതുകൊണ്ട് ഇവരിപ്പോ പിടിച്ചു പറയും തുടങ്ങിയിരിക്കുക. ഇവൻ തന്നെ ആ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തത്. സാറേ, അതിൽ എനിക്കൊരു പങ്കൂലെന്ന് ഞാൻ പറഞ്ഞ പിന്നെ അതെന്നെ പറഞ്ഞോണ്ട് മനഃപൂർവ്വം എന്റെ തലയിൽ കുറ്റാരോപിക്കാൻ വേണ്ടി വന്നിരിക്കല്ലേ? എടാ, നീ തന്നെയാടാ ആ സ്വർണ്ണം എടുത്തിരിക്കുന്നത്. നല്ല വ്യക്തമായ തെളിവുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ത് തെളിവ്? എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളേ? ചുമ്മാ പേടിപ്പിക്കാതെ പോവാൻ നോക്ക് സാറേ. വെറുതെ മനുഷ്യന്റെ സമയങ്ങളെ. പോലീസുകാർ നീ ആട്ടിപ്പായിക്കുന്നതാ. എന്നാ പിന്നെ നിന്നെ കൊണ്ട് പോയിട്ട് തന്നെ കാര്യം. വന്ന് കയറാ ജീപ്പിലോട്ട്. സാർ, ചന്ദ്രബോസേ, നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നത്? വീട്ടിൽ കയറി കയ്യാങ്കളി കാണിക്കുന്നോ? ഇതുപോലുള്ള മക്കളുണ്ടായാലേ ഇതല്ല, ഇതിനപ്പുറം വീടിനകത്ത് കാണേണ്ടി വരും. ഇനി പോലീസ് മർദ്ദനം കൂടി നിങ്ങളെ കൺമുന്നിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ മസിൽ പിടുത്ത് കളഞ്ഞിട്ട് വന്ന് ജീപ്പി കയറാൻ പറ. ആ പെൺകുട്ടിയുടെ സ്വർണം ഞാൻ എടുത്തിട്ടില്ലെന്നും അതെന്റെ ഓട്ടോയിലില്ലെന്നും നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതല്ലേ? പിന്നെ ഇപ്പൊ ഈ കയ്യേറ്റം കാണിക്കുന്ന എന്തിന്റെ പേരിലാണെന്നാ ഞാൻ ചോദിക്കുന്നത്? അത് ഞാനാ എടുത്തെന്നുള്ള രീതിയിൽ എന്തിന് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കണോ? എനിക്ക് ബോധ്യപ്പെട്ടാ ഞാൻ വരും. നിങ്ങൾ വിളിക്കുന്ന എവിടേക്കും. പക്ഷെ എന്നെ ബോധ്യപ്പെടുത്തണം. എടോ സോമശേഖര, സാർ, വിളിച്ച് കാണിച്ചു കൊടുക്കണോ ഇവൻ ആവശ്യപ്പെടുന്ന തെളിവ്? ഇറക്കിക്കൊണ്ട് വാടോളെ. സർ, ഇങ്ങോട്ട് ഇറങ്ങടി.